അടുക്കാറാകുമ്പം എല്ലാവരും ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ് മാനിഫെസ്റ്റേഷൻ ആൻഡ് വിഷൻ ബോർഡ്. അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്യുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു 10 പവർഫുൾ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സിനെ പറ്റിയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇൻട്രസ്റ്റ് ചെക്ക് ചെയ്ത സമയത്ത് വളരെ റാൻഡം ആയിട്ട് കണ്ടതാണിത്. അപ്പോൾ എന്തായാലും ഈ ടെക്നിക്സ് നിങ്ങൾക്കൂടെ ഷെയർ ചെയ്യാൻ വിചാരിച്ചു. ആർക്കെങ്കിലും യൂസ്ഫുൾ ആയ നല്ല കാര്യമല്ലേ. അപ്പോൾ ഫസ്റ്റ് വന്നെന്ന് പറഞ്ഞാൽ സെറ്റ് ക്ലിയർ ഇൻറ്റൻഷൻസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് വേണമെന്ന് വ്യക്തമായി തീരുമാനിക്കുക. അതിനെപ്പറ്റി നമുക്കൊരു ബോധം ഉണ്ടാകണം. എനിക്ക് ഇന്നതാണ് വേണ്ടി. എന്നാലും നമുക്ക് അതിന് വേണ്ടി നമ്മുടെ പോസിറ്റീവ് തോട്ട്സും എനർജിയൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. സെക്കൻഡ് വൺ ആണ് വിഷ്വലൈസേഷൻ. വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ ആഗ്രഹം ഇതിനകം നേടിയതുപോലെ നമ്മൾ മനസ്സിൽ കാണുക. മീൻസ് നമ്മുടെ ആ ഒരു ഗോളിനെ നമ്മളിങ്ങനെ വിഷ്വലൈസ് ചെയ്ത് കാണും. തേർഡ് വൺ ആണ് അഫർമേഷൻസ് എന്ന് വെച്ചാൽ നല്ല പോസിറ്റീവ് വാക്കുകൾ മാത്രം ഇങ്ങനെ ആവർത്തിച്ച് പറയാം. നമ്മൾ ആ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗോള് അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹത്തിന് നമ്മൾ പോസിറ്റീവായിട്ട് മാത്രം കാണുക. അതിനെപ്പറ്റി പോസിറ്റീവായിട്ട് മാത്രം പറയാം കേട്ടോ. നെക്സ്റ്റ് വൺ ആണ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ലൈഫിൽ നടന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നല്ല കാര്യങ്ങളെ പറ്റി നമ്മൾ ഓർക്കുക. അതിനുവേണ്ടി നമ്മൾ നന്ദി പറയാം. അടുത്തതാണ് ജേർണലിങ്. ജേർണലിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം. നമ്മുടെ ലക്ഷ്യങ്ങളും എന്താ പറയുക ഗോൾസും അതൊക്കെ നമ്മളിങ്ങനെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിനെപ്പറ്റി നമ്മളൊരു ബുക്കിലോ അല്ലെങ്കിൽ ഒരു പേപ്പറിലോ ഇങ്ങനെ എഴുതി വെക്കുന്നതിനെയാണ് നമ്മൾ ജേർണലിംഗ് എന്ന് പറയുന്നത്. അടുത്തതാണ് മെഡിറ്റേഷൻ. മനസ്സിനെ ശാന്തമായി മാറ്റുക. നമുക്ക് ഇങ്ങനെ ലോങ് ബ്രീത്ത്, ഡീപ്പ് ബ്രീത്ത് ഒക്കെ എടുത്ത് നമ്മുടെ ബ്രെയിനിനെയും മൈൻഡിനെയൊക്കെ നമുക്കൊന്ന് റിലാക്സ് ആയിട്ട് വെക്കാം. അടുത്താണ് സ്ക്രിപ്റ്റിംഗ് എന്ന് വെച്ചാൽ ആഗ്രഹിച്ച ജീവിതം ഇപ്പം നടക്കുന്ന പോലെ എഴുതുക. എന്ന് വെച്ചാൽ നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പ്ലാൻ ഉണ്ടല്ലോ അല്ലെങ്കിൽ ആ ഒരു ഗോള് അതിനെപ്പറ്റി നമ്മളിപ്പം നടക്കുന്ന പോലെ ഒന്ന് നമുക്കൊരു കഥ പോലെയൊക്കെ ഒന്ന് എഴുതി വെക്കുക. അടുത്താണ് ആക്ടിങ് ആസ് ഇഫ് എന്ന് വെച്ചാൽ ആഗ്രഹം നേടിയ ആളെ പോലെ പെരുമാറുക. ഇപ്പം നമുക്ക് ആ ഒരു ഗോള് കിട്ടി എന്ന് നമ്മളിങ്ങനെ വിചാരിച്ചു അല്ലെങ്കിൽ അങ്ങനെ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് അങ്ങനെ നമ്മൾ പെരുമാറും. അടുത്താണ് എനർജി വർക്ക്. എനർജി വർക്ക് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആയിട്ടുള്ളതിനെ കളഞ്ഞ് പോസിറ്റീവ് കൊണ്ടുവരാൻ എപ്പോഴും ശ്രമിക്കുക. പോസിറ്റീവ് കാര്യങ്ങൾ ചെയ്യാനൊക്കെ നമ്മൾ ശ്രമിക്കുക. പിന്നെ വിഷൻ ബോർഡ് അതെല്ലാവർക്കും അറിയാമല്ലോ. നമുക്ക് വേണ്ടി കാര്യങ്ങൾ ഒരു ഫോണ്ട് വാൾപേപ്പർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക നമുക്ക് വാളിലേക്ക് ഒന്ന് സ്റ്റിക്ക് ചെയ്യാൻ പറ്റിയ ഒരു പേപ്പർ രൂപത്തിൽ ആക്കിയെടുക്കുക കേട്ടോ.